ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം അവരുടെ കറണ്ട് എനർജി നോക്കാം, അതിന് ശേഷം നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ വളരെ ബാലൻസിലാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്, ഇൻബാലൻസ് എനർജിയിലല്ല. കാരണം ഇവിടെ തോന്നുന്നത് ഇവരുടെ ലൈഫിൽ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞു, ഇല്ലെങ്കിൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു എന്നാണ്. ഇവർ എന്തോ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻ ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറേ ആൾക്കാർക്ക് അവരുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു ക്ലാരിറ്റി ലഭിക്കുന്നില്ല. ഇനി ഇവരുടെ ഭാഗത്തുനിന്ന് ക്ലാരിറ്റി ലഭിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ വളരെ ഈഗോയിൽ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതായിട്ടാണ്. ഇവിടെ ചൊവ്വയുടെയും ശനിയുടെ ഒരു എനർജി കാണുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇവിടത്തേക്ക് ഒരു വലിയൊരു പുഷ് കൊടുക്കുന്നതായിട്ട് ചൊവ്വ ഭഗവാനും ശനി ഭഗവാനും കൂടെ ചേർന്ന് നിങ്ങളുടെ പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കുവാനുള്ള പുഷ് കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു പുഷ്, നിങ്ങൾക്ക് എന്ത് തീരുമാനമാണോ എടുക്കേണ്ടത് ആ ഒരു തീരുമാനത്തിലേക്ക് മുന്നോട്ട് പോകൂ, ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കേണ്ട എന്നുള്ള രീതിയിൽ. അതായത് ഒരു ഡിസിഷൻ എടുക്കണമെന്ന് തീരുമാനിച്ചാൽ അത് എടുക്കുക, അല്ലാതെ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട. ഇപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ ഇവർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ആ ഒരു തീരുമാനത്തിൻ്റെ മേൽ ആക്ഷൻ എടുക്കാനുള്ള ആ ഒരു വൈബ്രേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഇവർ വളരെ ഹാപ്പി ആയിട്ടല്ല ഉള്ളത്. ഇവർക്ക് തോന്നുന്നത് ഇവരെ കൊണ്ട് ജസ്റ്റിസ് ചെയ്യുവാൻ സാധിക്കത്തില്ല എന്നാണ്. കാരണം അവർ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുകയാണല്ലോ, നിങ്ങൾക്ക് ജസ്റ്റിസ് തരുന്നുമില്ല. ആ ഒരു കാര്യത്തിൽ ഇവർ ഒട്ടും തന്നെ സന്തോഷമായിട്ടല്ല ഉള്ളത്. ഇവർക്ക് എന്ത് ന്യായമാണോ നിങ്ങൾക്ക് തരേണ്ടത് ആ ഒരു ന്യായം ഇവരെ കൊണ്ട് നിങ്ങൾക്ക് തരുവാൻ സാധിക്കുന്നില്ല. ഇവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കണം, നിങ്ങൾക്ക് ജസ്റ്റിസ് തരണം എന്നൊക്കെ. പക്ഷേ ഇവരെ ആഗ്രഹം പോലെ മാത്രമേ ഉള്ളൂ. അവരെ കൊണ്ട് സാധിക്കുന്നില്ല അങ്ങനൊരു ജസ്റ്റിസ് നിങ്ങൾക്ക് തരുവാനായിട്ട്. ഇവർ മെയിനായിട്ട് പേടിക്കുന്ന എന്തെന്ന് വെച്ചാൽ ഇവർ ഒറ്റയ്ക്കാണ്, ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. പിന്നെ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് ന്യായം തരും, ജസ്റ്റിസ് തരും എന്നാലോചിച്ചാണ് വിഷമിക്കുന്നത്. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൻ്റെ ഫാമിലി, അതായത് പേരൻസ് വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള പേരൻസ് ആണ് എങ്കിൽ ഇവർക്ക് അറിയാം ഇവർ പറയുന്നത് അവർ അനുസരിക്കുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് അവർക്ക്. അതുകൊണ്ടാണ് ഒരു കോൺഫിഡൻസ് ഉള്ളത്, സക്സസിൻ്റെ ആ ഒരു കോൺഫിഡൻസ് ഉള്ളത്. ഇനി നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും കുറവുള്ള ആളാണ്, അവരുടെ ഫാമിലിയിലോ അവർക്ക് എന്തോ കുറവുണ്ട് എങ്കിൽ അവർക്ക് ഒട്ടും തന്നെ കോൺഫിഡൻസ് ഉണ്ടാവത്തില്ല. കാരണം അവരുടെ ഫാമിലി അവർ പറയുന്നത് കേൾക്കത്തില്ല. അതായത് കാസ്റ്റ്, കൾച്ചർ, സൊസൈറ്റി ഇല്ല എങ്കിൽ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കത്തില്ല നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി. അല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ജോബില്ലായിരിക്കാം, സ്റ്റേബിൾ അല്ലാത്ത ആളായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും കുറവുണ്ട് എങ്കിൽ അവർക്ക് ഒട്ടും തന്നെ കോൺഫിഡൻസ് ഉണ്ടാവത്തില്ല. കാരണം അവരെ സ്റ്റേബിൾ അല്ല, നിങ്ങളെ കല്യാണം കഴിച്ച് എങ്ങനെ ജീവിതം നയിക്കും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടാകും. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ പേടിക്കുന്നത്. കാരണം ഇവർക്ക് ന്യായം ചെയ്യണമെന്നുണ്ട് നിങ്ങൾക്ക്, പക്ഷേ ഇവർക്ക് പറ്റുന്നില്ല. ഇവർക്ക് ആരുടെയും സപ്പോർട്ടില്ല. ഇവിടെ ഏതൊരു മഹിളയുടെ ത്രൂ ഇവരെ ഭയങ്കരമായിട്ട് ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർക്ക് ഒത്തിരി പ്രഷർ കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ആ ഒരു മഹിള ഇവരുടെ മുന്നിൽ കണ്ണുനീർ കാണിച്ച് ഇവരെ അവരുടെ വഴുതിയിൽ കൊണ്ടുവരുവാൻ നോക്കുന്നതായിട്ട്. ഇവരോട് ഇവരുടെ പേരൻസ് പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഞാൻ എന്താണോ പറയുന്നത് അതുപോലെ നിങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിൽ ആജ്ഞാപിക്കുകയാണ്. അത് അവരുടെ കാസ്റ്റ്, അവരുടെ കൾച്ചർ, അവരുടെ ട്രഡീഷന് ഇത് ഫോളോ ചെയ്യണമെന്നാണ് അവർ പറയുന്നത് നിങ്ങളുടെ പേഴ്സണോട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ പേരൻസ് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്നേഹിച്ചോ, അത് ഒരു ടൈം പാസ്സായിട്ട് സ്നേഹിച്ചോളൂ. പക്ഷേ മാരേജിൻ്റെ ആ ഒരു ഡിസിഷൻ വരുമ്പോൾ നമ്മൾ പറയുന്ന ആളെ മാത്രമേ നിങ്ങൾ മാരേജ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇവരോട് പറയുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ ആ ഒരു പ്രപ്പോസൽ അംഗീകരിക്കുന്നില്ല. അത് കാരണം നിങ്ങളുടെ പേഴ്സൺ ഹെർമിറ്റ് മോഡിലാണ് ഉള്ളത്. കാരണം ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് വേണ്ടി. ഇവർ വളരെ ബാഡ്ലി ട്രാപ്പ്ഡ് ആണ് തേർഡ് പാർട്ടിയുടെ ആ ഒരു വലയിൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർ ന്യായം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി, പക്ഷേ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല ഒന്നും തന്നെ. ഇവിടെ ഇവരോട് തേർഡ് പാർട്ടി പറയുന്നത് കേട്ടിട്ട് ഇവർക്ക് തന്നെ ചില സമയം തോന്നാറുണ്ട്, അതായത് നിങ്ങൾക്ക് മാച്ചായിട്ടുള്ള ആളല്ല ഞാൻ എന്നുള്ള രീതിയിൽ ഇവരുടെ മനസ്സിലിങ്ങനെ തോട്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. തേർഡ് പാർട്ടിയുടെ ആ ഒരു പ്രഷർ
കാരണവും തേർഡ് പാർട്ടി ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത് കാരണം ചില സമയം ഇവർക്ക് തോന്നും ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ടോ, എനിക്ക് ശരിയായ ആളല്ലയോ അത്, അങ്ങനെയൊക്കെ തോന്നുന്നു അവരുടെ മനസ്സിൽ. ഇവിടെ കൂടുതലും നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ ഫൈറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ജസ്റ്റിസ് തരുവാനും റെഡിയായിട്ടാണ് ഇരിക്കുന്നത്. ഒരു സോളിഡ് വേയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുവാൻ തയ്യാറായിട്ടുമാണ് നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നത്. ഇവിടെ സോളിഡായിട്ടുള്ള വേയിൽ കൂടി ഇവർ ഒരു സ്റ്റാൻഡ് എടുത്തില്ല എങ്കിൽ ഇവിടെ എന്തായാലും കാര്യങ്ങൾ പോസിബിളായിട്ട് ഉണ്ടാവത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോളിഡായിട്ടുള്ള വേയിൽ കൂടെ ഒരു സ്റ്റാൻഡ് എടുത്താൽ എല്ലാ കാര്യങ്ങളും പോസിബിളായിട്ട് വരും ഇവരുടെ ആ ഒരു രീതിയിൽ. അല്ല എങ്കിൽ പോസിബിളായിട്ട് കാര്യങ്ങൾ വരില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എനർജി ഇവരുടേത് ഹെവി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം. ഇവരുടെ ആ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇവരുടെ ഇഷ്ടത്തിന് മാരേജ് ചെയ്യണം. അത് ഇവരുടെ ലാസ്റ്റ് തീരുമാനമാണ്, ഫൈനലായിട്ടുള്ളൊരു ഡിസിഷനാണ്. ഇവരുടെ ഇഷ്ടത്തിന് ഇവർക്ക് മാരേജ് ചെയ്യണം. അത് നിങ്ങളെയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങളെ തന്നെ ഇവർക്ക് മാരേജ് ചെയ്യണം. ആർക്ക് വേണ്ടിയാണോ ഇവർ ജസ്റ്റിസ് തരുവാൻ ആഗ്രഹിക്കുന്നത് അവരെ മാരേജ് ചെയ്യുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കാണ് ജസ്റ്റിസ് തരുവാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങളെയാണ് നിങ്ങളുടെ പേഴ്സൺ മാരേജ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ അറേഞ്ച് മാരേജ് ആയാലും ലവ് മാരേജ് ആയാലും ഇവരുടെ ഡിസിഷൻ എന്താണോ അതിൽ ഉറച്ചു നിൽക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ഈഗോയിലാണിവർ. അപ്പോൾ ഇവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവരുടെ ഇഷ്ടമുള്ള ആളെ തന്നെ ഇവർ മാരേജ് ചെയ്യും. തേർഡ് പാർട്ടി പറയുന്നത് ഇനി ഇവർ കേൾക്കത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കുറച്ച് സമയമെടുക്കും എങ്കിലും ഇവർ ഇവരുടെ സ്നേഹത്തിൻ്റെ കൂടെ മാത്രമേ പുതിയ തുടക്കം കുറിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി അല്ലെങ്കിൽ കറണ്ട് ഫീലിംഗ്. ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ തേർഡ് ഐ ചക്ര, ചില ആൾക്കാരുടെ നമ്മളെ ഹാർട്ട് ചക്ര, ക്രൗൺ ചക്ര ഇതെല്ലാം ബ്ലോക്കേജസ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ബ്ലോക്കേജസ് ചക്രാസ് ഹീൽ ചെയ്യുക. ഇവിടെ ഹെവി എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഫിയർഫുള്ളായിട്ടുള്ള എനർജിയിലാണ് ഉള്ളത് എങ്കിൽ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ അവർ പേടിച്ചിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം അവർ കറണ്ട് സിറ്റുവേഷനിൽ പേടിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ആക്ഷനിൽ അതേ അവസ്ഥയിലായിരിക്കും ഇവർ ഉള്ളത്. മറിച്ച് ഇവർ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ നെക്സ്റ്റ് ആക്ഷനിലും കോൺഫിഡൻ്റ് ആയിട്ട് ഇവർ ആക്ഷൻ എടുക്കുന്നതാണ്. ഇവിടെ ഇവർ പേടിച്ചിങ്ങനെ ഈ ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത് എങ്കിൽ അവർക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അവർ ചെയ്തോട്ടെ, നിങ്ങളൊന്നും പറയാൻ പോകണ്ട. കാരണം ഇവരുടെ ആ ഒരു പേടി കാരണം ഇവരുടെ ആ ഒരു ഫൈനാൻഷ്യലായിട്ടുള്ള സിറ്റുവേഷനും വളരെയധികം പ്രോബ്ലം ഇവർക്ക് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇവർ ഭയങ്കരമായിട്ട് സ്ട്രെസ്സും ടെൻഷനും അനുഭവിക്കുന്നു. ഇവരുടെ പേരൻസ് കാരണമാണ് ഇവർ ഇത്രമാത്രം വിഷമം അനുഭവിക്കുന്നത്. കാരണം പേരൻസ് ഇവരെ പുഷ് ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ആ ഒരു മാരേജ് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ. ഇവിടെ 30 അവേഴ്സിനുള്ളിൽ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ 30 അവേഴ്സ് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഹെവി ആയിട്ടായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ 30 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ട്രിഗർ ചെയ്യുന്നു, നിങ്ങളോട് വഴക്കുണ്ടാക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒരിക്കലും റിയാക്ട് ചെയ്യാൻ പോകരുത്. അവരുടെ എനർജി ഹെവി ആയതുകൊണ്ടാണ്. ഇവിടെ ഇവർക്ക് സ്വയം മനസ്സിലാകും ഇവർ ചെയ്ത തെറ്റാണ് എന്ന്. അതുവരെ നിങ്ങൾ റിയാക്ട് ചെയ്യാൻ പോകരുത്. കാരണം അവർ ചെയ്ത തെറ്റ് അവർക്ക് മനസ്സിലാകുമ്പോൾ അവർ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുന്നതാണ്. അപ്പോൾ ഒരു റീഡിങ് മാക്സിമം 3 days അല്ലെങ്കിൽ മിനിമം 30 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.